എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടിയും കൊണ്ടും പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും. അമൃതം പൊടിയുടെ രുചിയൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പോളം അമൃതം പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്താലാണ് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് വെള്ളം കൂടുതലായി പോകരുത്. വെള്ളം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് സോഫ്റ്റ് ആയി പോകും. പിന്നെ നമുക്ക് പരത്താനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇവിടെ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കുഴക്കുന്നത് പോലെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കരുത്. കാരണം പച്ചവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം അധികമാകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നോക്കിയാൽ മതി. അപ്പോൾ അമൃതം പൊടിയുടെ വേറെയും ഞാൻ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണാം. പ്ലേലിസ്റ്റ് എടുത്തിട്ട് അമൃതം പൊടി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് താല്പര്യമില്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉടഞ്ഞു വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയം വരെയാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയെല്ലാം നന്നായിട്ട് വെന്തുടയുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഈ സ്നാക്കിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അമൃതം പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നത്തേ ഇല്ല. അമൃതം പൊടിയുടെ ഒരു രുചി ഇതിന് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഞാനിവിടെ 2 ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. നന്നായിട്ട് കനം കുറച്ച് പരത്തൊന്നും വേണ്ട, ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് ഇത് വേണ്ടത്. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് പരത്തി കൊടുക്കുക. ഇതിവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബനാനയുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒത്തിരി കനത്തിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ പഴം നന്നായിട്ട് പഴുത്ത് നന്നായിട്ട് വെന്തുടഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇത് ചുരുട്ടിയെടുക്കുക. ഇപ്പം ഈ ലാസ്റ്റത്തെ ഈ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് വിട്ടു പോരുവേ. അപ്പോൾ 2 അറ്റത്തെ ഭാഗം ഒന്ന് മുറിച്ച് നീക്കം ചെയ്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴമൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അകത്തേക്കാക്കിയിട്ട് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തിയെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 ഭാഗവും ബ്രൗൺ കളർ ആവുന്നിടം വരെ, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണേ, അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് കളറ് മാറുമ്പോഴത്തേനും നമ്മളിതൊന്ന് തിരിച്ചു ഇട്ടിട്ട് 2 ഭാഗവും നല്ല ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഇതെല്ലാം ഇവിടെ റെഡിയാണ്. നമുക്കിത് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.